എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 വരെയുള്ള വാരഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഈ വാരം അവസരങ്ങളുടെ കാലമാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ഉള്ളവരുണ്ടോ എന്ന് നോക്കുക. ഈ വാരം മുഴുവൻ അർച്ചനയോ ജപമോ കൊണ്ട് ആരംഭിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു. എല്ലാവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യുക. ഈ വാരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, അംഗീകാരം ഇവ കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം. കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാം. വായ്പാ ശ്രമങ്ങൾ വിജയിക്കാം. ബിസിനസ്സിൽ ആദായം വർദ്ധിക്കാം. മേലധികാരിയിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാം. പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാം. ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, ചെലവ്, ഇച്ഛാഭംഗം, ശരീരസുഖക്കുറവ്, യാത്രാപരാജയം, മനപ്രയാസം ഇവ കാണുന്നു. ബിസിനസ്സിൽ ആദായം കുറയാൻ സാധ്യത കാണുന്നു. സഹപ്രവർത്തകർ ദ്വേഷിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വ്യാഴാഴ്ച പ്രഭാതത്തിൽ 9 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗം ഇവയെല്ലാം കാണുന്നു. തടസ്സങ്ങൾ മാറിക്കിട്ടാനും യാത്രകൾ വിജയിക്കാനും പ്രതീക്ഷകൾ വർദ്ധിക്കാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. ശനിയാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, അഭിമാനക്ഷതം, മനപ്രയാസം, ഇച്ഛാഭംഗം, യാത്രാപരാജയം, വാഗ്വാദം, ദ്രവ്യനാശം ഇവയെല്ലാം കാണുന്നു. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് വ്യാഴാഴ്ച പ്രഭാതത്തിൽ 9 മണി വരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, ആരോഗ്യം, സ്ഥാനക്കയറ്റം, മത്സര വിജയം, നിയമവിജയം ഇവയെല്ലാം കാണുന്നു. തടസ്സങ്ങൾ മാറിക്കിട്ടാനും ആഗ്രഹങ്ങൾ നടക്കാനും ചികിത്സകൾ ഫലവത്താകാനും പുതിയ ചികിത്സാ രീതികൾ ലഭ്യമാകാനും യാത്രകൾ വിജയിക്കാനും തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട്. വ്യാഴാഴ്ച പ്രഭാതത്തിൽ 9 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, അലച്ചിൽ, ധനതടസ്സം, പാഴ്ചെലവ്, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു. ശനിയാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗം, ഉപയോഗ സാധന ലാഭം ഇവ കാണുന്നു. സുഖലോലഭ വസ്തുക്കൾ ലഭിക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, യാത്രാതടസ്സം, ഉദരവൈഷമ്യം, ശരീരസുഖക്കുറവ്, ധനതടസ്സം, പ്രവർത്തനമാന്യം ഇവയെല്ലാം കാണുന്നു. വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും സാധ്യതകൾ കാണുന്നു. ചൊവ്വാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, അംഗീകാരം, തൊഴിൽ ലാഭം, അനുകൂല സ്ഥലം മാറ്റ യോഗം, പരീക്ഷാ വിജയം, സമ്മാന ലാഭം ഇവയെല്ലാം കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും കൂടിക്കാഴ്ചകൾ വിജയിക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും യോഗങ്ങൾ കാണുന്നുണ്ട്. ശനിയാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, അലച്ചിൽ, ധനതടസ്സം, നഷ്ടം, പാഴ്ചെലവ്, ശരീരസുഖക്കുറവ്, യാത്രാപരാജയം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, ഇച്ഛാഭംഗം, ശത്രുശല്യം, മനപ്രയാസം, പ്രവർത്തനമാന്യം, ശരീരക്ഷതം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു. വേണ്ടപ്പെട്ടവർ അകലാനും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട്. ചൊവ്വാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത്. ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം. ശരീരസുഖക്കുറവ്, പ്രവർത്തനമാന്യം, ഉദരവൈഷമ്യം, ധനതടസ്സം ഇവയെല്ലാം കാണുന്നു. വ്യാഴാഴ്ച പ്രഭാതത്തിൽ 9 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, യാത്രാവിജയം, ആരോഗ്യം, ബന്ധുസമാഗമം ഇവയെല്ലാം കാണുന്നു. തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും വായ്പാ ശ്രമങ്ങൾ വിജയിക്കാനും
ബിസിനസ്സിൽ ആദായം വർദ്ധിക്കാനും യോഗങ്ങൾ കാണുന്നുണ്ട്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, സുഹൃത് സമാഗമം, നിയമവിജയം ഇവയെല്ലാം കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും ചർച്ചകൾ വിജയിക്കാനും സർക്കാരിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരാനും യോഗങ്ങൾ കാണുന്നുണ്ട്. ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായാണ് കാണുന്നത്. കാര്യപരാജയം, അപകടഭീതി, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു. ഇരുചക്ര വാഹനയാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ച പ്രഭാതത്തിൽ 9 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത്. ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം ഇവയെല്ലാം കാണുന്നു. വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം. പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെട്ടേക്കാം. സുഹൃത്തുക്കൾ അകന്നേക്കാം. ശനിയാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, മത്സരവിജയം, ആരോഗ്യം, പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങൾ ഇവയെല്ലാം കാണുന്നു. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് പ്രഭാതത്തിൽ 9 മണി വരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, മത്സരവിജയം, പരീക്ഷാവിജയം, അംഗീകാരം ഇവയെല്ലാം കാണുന്നുണ്ട്. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും കൂടിക്കാഴ്ചകൾ വിജയിക്കാനും പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനും യാത്രകൾ വിജയിക്കാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും പ്രതീക്ഷകൾ വർദ്ധിക്കാനുമെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട്. വ്യാഴാഴ്ച പ്രഭാതത്തിൽ 9 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായാണ് കാണുന്നത്. കാര്യപരാജയം, ഇച്ഛാഭംഗം, അപകടഭീതി, ശരീരക്ഷതം, മനപ്രയാസം, നിയമപരാജയം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു. ഇരുചക്ര വാഹനയാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. വേണ്ടപ്പെട്ടവർ അകലാനും സർക്കാരിൽ നിന്നും പ്രതികൂലമായ തീരുമാനങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട്. ശനിയാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത്. കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, ധനതടസ്സം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു. വേണ്ടപ്പെട്ടവർ അകന്നേക്കാം. ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായാണ് കാണുന്നത്. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, യാത്രാ തടസ്സം, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകൾ ഇവയെല്ലാം കാണുന്നു. ചൊവ്വാഴ്ച മുതൽ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, സുഹൃത് സമാഗമം, നിയമവിജയം, മത്സരവിജയം, ഉപയോഗ സാധന ലാഭം, സമ്മാന ലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗം ഇവയെല്ലാം കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും വായ്പാ ശ്രമങ്ങൾ വിജയിക്കാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനും ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുമെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട്. ശനിയാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, ഇച്ഛാഭംഗം, ദ്രവ്യനാശം, അഭിമാനക്ഷതം, മനപ്രയാസം, വാഗ്വാദം ഇവയെല്ലാം കാണുന്നു. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴാഴ്ച പ്രഭാതത്തിൽ 9 മണി വരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, ശരീരസുഖക്കുറവ്, ദ്രവ്യനാശം, സ്ഥലം മാറ്റയോഗം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു. വേണ്ടപ്പെട്ടവർ അകലാനും തടസ്സങ്ങൾ വന്നു ചേരാനും സഹപ്രവർത്തകർ ദ്വേഷിക്കാനും മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. വ്യാഴാഴ്ച പ്രഭാതത്തിൽ 9 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, മത്സരവിജയം, സുഹൃത് സമാഗമം, സൽക്കാരയോഗം, സമ്മാന ലാഭം, ഉപയോഗ സാധന ലാഭം, ദ്രവ്യലാഭം, സന്തോഷം ഇവയെല്ലാം കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനും യോഗങ്ങൾ കാണുന്നുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, സ്ഥാനലാഭം, ആരോഗ്യം, ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനും യാത്രകൾ വിജയിക്കാനുമുള്ള സാധ്യതകൾ ഇവയെല്ലാം കാണുന്നുണ്ട്. ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, അഭിപ്രായ വ്യത്യാസം, യാത്രാ തടസ്സം, ഉദരവൈഷമ്യം, യാത്രാ പരാജയം ഇവ കാണുന്നുണ്ട്. വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം.
പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെട്ടേക്കാം. ശനിയാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, മത്സരവിജയം, ആരോഗ്യം ഇവയെല്ലാം കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനും വിവാഹശ്രമങ്ങൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും യോഗങ്ങൾ കാണുന്നുണ്ട്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, അഭിമാനക്ഷതം, കലഹം, നഷ്ടം, നിയമപരാജയം, പാഴ്ചെലവ് ഇവയെല്ലാം കാണുന്നു. മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാം. ചൊവ്വാഴ്ച മുതൽ അനുകൂലമായി കാണുന്നുണ്ട്. കാര്യവിജയം, സ്ഥാനലാഭം, ദ്രവ്യലാഭം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും യോഗങ്ങൾ കാണുന്നുണ്ട്. വ്യാഴാഴ്ച പ്രഭാതത്തിൽ 9 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായാണ് കാണുന്നത്. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, യാത്രാതടസ്സം, അഭിപ്രായ വ്യത്യാസം ഇവയെല്ലാം കാണുന്നുണ്ട്. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂളുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, നിയമവിജയം, ആരോഗ്യം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, യാത്രാ വിജയം ഇവയെല്ലാം കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും യോഗങ്ങൾ കാണുന്നുണ്ട്. ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, കലഹം, അഭിമാനക്ഷതം, ഇച്ഛാഭംഗം, ശത്രുശല്യം, മനപ്രയാസം ഇവയെല്ലാം കാണുന്നു. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ച പ്രഭാതത്തിൽ 9 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു. കാര്യവിജയം, അംഗീകാരം, സ്ഥാനലാഭം, നിയമവിജയം ഇവയെല്ലാം കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും യോഗങ്ങൾ കാണുന്നുണ്ട്. ശനിയാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, അഭിപ്രായ വ്യത്യാസം, മനപ്രയാസം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു. കാര്യതടസ്സം, അലച്ചിൽ, ചെലവ്, ശരീരക്ഷീണം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു. കിട്ടാനുള്ള പണം തടസ്സപ്പെടാം, വേണ്ടപ്പെട്ടവർ അകലാം, സുഹൃത്തുക്കൾ വാക്കുപാലിക്കാതിരിക്കാം. ചൊവ്വാഴ്ച മുതൽ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ദ്രവ്യലാഭം, ആരോഗ്യം ഇവയെല്ലാം കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. വ്യാഴാഴ്ച പ്രഭാതത്തിൽ 9 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു. കാര്യപരാജയം, അഭിമാനക്ഷതം, മനപ്രയാസം, ഇച്ഛാഭംഗം, കലഹം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു. ശനിയാഴ്ച പ്രഭാതത്തിൽ 10 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത്. കാര്യവിജയം, സ്ഥാനലാഭം ഇവ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്.